യാക്കോബ് നിന്നു. എവിടെ നിന്നെന്നാ? യാക്കോബ് ഒറ്റ പ്രാവശ്യം നിന്നുള്ളൂ. എവിടെയെന്നറിയാമോ നിന്നത്? ലൂസ് എന്ന പട്ടണം. ആ പട്ടണത്തെ എടുത്തു പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ആ പട്ടണത്തിന് നടുവിൽ അവൻ നിന്നു. അവിടെ വന്നപ്പോൾ സൂര്യൻ അസ്തമിച്ചു, ഇരുട്ടായി. അവൻ അവിടെ കിടക്കാൻ ക്ഷീണിതനായി. പകൽ മുഴുവൻ അവൻ ഓടുകയാ. കാരണം വാഴ്ത്തത്വം അവന് തലയിലിരിക്കുക. ഹല്ലേലൂയ! അവൻ ഓടുകയാണ്. ഏശാവ് കത്തിയുമായി പിറകെ ഓട്ടിക്കുകയാണ്. അവൻ ഓടി. ആ ഓട്ടത്തിൽ വന്നുപെട്ടത് ലൂസ് എന്ന പട്ടണം. ലൂസ് എന്ന പട്ടണത്തെ ഒറ്റ രാത്രി കൊണ്ട് ബഥേലാക്കിയ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ! ആമേൻ. അങ്ങോട്ട് പോയവൻ വെറും യാക്കോബായിരുന്നു. എന്നാൽ അവൻ തിരിച്ച് മടങ്ങിയ ഒരു വരവുണ്ട് അവന്റെ അപ്പന്റെ വീട്ടിൽ. അപ്പോഴവന്റെ പേര് യാക്കോബല്ല, അവന്റെ പേര് ഇതാ ഇസ്രായേലാക്കി. നിന്റെ പേരിനെ മാറ്റുന്ന ദൈവമുണ്ട്. വെളിപ്പാട് 2:17 പറയുന്നു, നിന്റെ പേര് ഞാൻ കല്ലിന്റെ മേൽ, വെള്ളക്കല്ലിൽ ആരും ഇതുവരെ പറയാത്ത പുതിയ പേര് നിനക്ക് തന്ന്, പുതിയ പ്രശസ്തി തന്ന്, പുതിയ അനുഗ്രഹം തന്ന്, പുതിയ വാഴ്ത്തതും തന്ന്, പുതിയ നന്മകൾ തന്ന്, പുതിയ ഉയർച്ച തന്ന്, പുതിയ ശുശ്രൂഷ തന്ന്, പുതിയ കൃപാവരങ്ങൾ തന്ന്, പുതിയ വെളിപ്പാട് തന്ന്, പുതിയ വ്യാഖ്യാനവരം തന്ന്, പുതിയ ഭാഷാവരം തന്ന്, പുതിയ രോഗശാന്തി ശുശ്രൂഷ തന്ന്, ഞാൻ ദേശത്ത് നെടുകയും കുറുകയും നിന്നെ ഓട്ടിക്കും യാക്കോബേ എന്ന് പറഞ്ഞ ഒരു അരുമരക്ഷകൻ ഇന്ന് പകൽക്കാലം പറയുന്നു, നിന്റെ പേരിനെ മാറ്റി ഇസ്രായേൽ എന്നിടുവാൻ ദൈവത്തിന് ഇന്ന് പകൽ പദ്ധതിയുണ്ട്. ഹല്ലേലൂയ! ദൈവവൈതലേ, ഇവിടെ വായിച്ച വാക്യം ശ്രദ്ധിച്ചേ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. 1 രാജാക്കന്മാരുടെ പുസ്തകം 18:29 മുതൽ